Hi friends, welcome to Sashi Kitchen. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാം. ആദ്യം നമുക്ക് കോളിഫ്ലവർ തയ്യാറാക്കാനായിട്ട് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യില്ല, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഈ കോളിഫ്ലവറിനകത്ത് ധാരാളം കീടങ്ങൾ ഉണ്ടാകും. അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ച് മതി. അപ്പോഴത്തേക്കും ഈ കോളിഫ്ലവർ പകുതി വെന്തും കിട്ടും, ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റി ഈ കോളിഫ്ലവർ ഒരു സ്ട്രെയിനറിനകത്ത് വെക്കണം. കാരണം ഈ കോളിഫ്ലവറിനകത്തിലെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ പകുതി അരിപ്പൊടിയും പകുതി മൈദയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എണ്ണയിലോട്ട് ഇട്ടൊന്ന് വറുത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഒന്ന് ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി എൻ്റെ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.